ാരോ പറഞ്ഞു നീ വാഴ നീ പാഴ വെള്ളത്തിൽ വരച്ച വര ഉപയോഗശൂന്യന അവനെ പോലെയാക നീ ഇവനെ പോലെയാക നീലവന്മാരോട് പോകാൻ പറ നീയായ മതി. ആരോ വാഴ വെച്ചേ ജിന്നേട്ടാ എന്താണ് തോക്ക് താനങ്ങ് തോറ്റു കൊടുത്തേക്ക്. ആ തോക്കല്ലട ഭ്രാന്ത, വെടിവെക്കുന്ന തോക്ക്. ജിന്നേട്ടന് ആവശ്യത്തിൽ കൂടുതൽ വെടിവെക്കുന്നുണ്ടല്ലോ. അതെന്തേ ജിന്നേട്ട വിടാറില്ലേ? ചുമ്മാ ജിന്നേട്ട വിടാറൊക്കെ ഉണ്ട്, പിടിച്ചേക്കാൻ ശ്രമിക്കത്തൊന്നുമില്ല. ജിന്നേട്ടന്റെ വളിക്കാര്യമാണോ ഇവിടെ ഇമ്പോർട്ടന്റ്? ഞാൻ അങ്ങനെ കൊല്ലാൻ പോവാ. അയ്യോ ഞാൻ കൊല്ലാൻ പോവാണേ. അയ്യോ ജനിയെ, എന്താ ജിന്നേട്ടാ? ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ പൈസ പീടി കൊണ്ടാതെ നീ നോക്കണം. ആ ജിസുവിന് ഒരിക്കലും അത് എടുത്തു കൊടുക്കാൻ നീ സമ്മതിക്കരുത്. ശരി ജിന്നേട്ടാ, ഇപ്പൊ ജിന്നേട്ട എഴുന്നേക്ക്. അപ്പൊ ഞാൻ ചത്തില്ലേ? എന്നാലും ജിന്നേട്ട ഒരു പൊട്ടാസ് തോക്കൊണ്ട് ചത്തല്ലോ. ജിന്നേട്ടൻ എന്നെ ഒട്ടും വിശ്വാസമില്ലല്ലേ? പിന്നെ നീ ആ പീടിയുടെ പൊന്നാല മോളല്ലേ? അന്തസ്സില്ലാത്ത പ്രേതം മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടിട്ട്. ഈ പിശാചിനെ ശരിക്കും ഞാൻ ചാവണമായിരുന്നടാ. ആർക്കാ വേണ്ടാത്തത്? നമുക്ക് നമ്മുടെ പെട്ടിയും തുറക്കണ്ടി. അത് തന്നെ, അവിടെ വാഴയ്ക്ക് കുഴിയെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ജൂണിന് തൈ നടാനുള്ളതാ. വേഗമായിട്ടെല്ലാം പെട്ട് തുറക്ക്. അല്ല പതുക്കെ മതിയായിരുന്നു. കൊട്ടേഷനോ? എല്ലാരും തയ്യാറാകുക. എനിക്ക് അഡ്രസ് കിട്ടി, ഒരു ഫോട്ടോയും. അയ്യേ, സുരാജ് വന്ന റോഡല്ലേ? നിക്ക് ജിന്നേട്ടാ, ഇന്നലെ നമുക്ക് കുറെ കത്ത് വന്ന് ഓർക്കുന്നില്ലേ? അങ്ങനെ മറക്കാൻ പറ്റുമോ? ആ കത്തി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇന്ന് കിട്ടിയേ? അവൻ പറഞ്ഞത് ഉള്ളതാണെന്ന് തോന്നുന്നു ചിന്നേട്ടാ. ഷേക്സ്പിയറിന്റെ ബുക്കൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നല്ല അടിപൊളി ഫേക്ക് സാധനോ. ഇത് ഡയറൊന്നുമല്ല, ഇത് ഫേക്ക് ആണ്. ഇത് എക്സ്പയർ കഴിഞ്ഞതാ കൊച്ചേ. ഇതിന് എന്തോന്നാ, ഞാൻ കത്ത് വായിച്ചില്ലായിരുന്നു. പാൻകേക്കിന്റെ മിക്സോ, അത് 3 മാസം എക്സ്പയർ കഴിഞ്ഞ്. താക്കോലോ? ഇത് വെച്ചിട്ട് എങ്ങനെയാണോ കട കണ്ടുപിടിക്കുന്നേ? യോങ്കിച്ചനെ മിക്കവാറും കടയിരുത്തി പണിയേക്കാനായിരിക്കും വിളിച്ചത്. ഓ പിന്നെ എന്റെ പട്ടി പണിയെടുക്കും. ജൂണേട്ടന് ഒരു പണിയും കൂടെ എടുക്കാൻ താല്പര്യമുണ്ടോ? താനിപ്പോ ചാവോടോ? എന്തോന്നാണോ തനിക്ക് ഛർദിക്കാൻ വരുന്നത്? എന്റെ കരിമ്പൂരത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു. പറഞ്ഞ പോലെ തന്നെ 10 ഗേൾസിന്റെ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. അതാ പ്രേതം നിന്നെ ഒഴിവാക്കാൻ നോക്കിയതാ. പ്രേതം പോന്നേ പോട്ടെ, 10 മനുഷ്യ പെമ്പിളാരുടെ നമ്പർ അല്ലേ കിട്ടിയേക്കുന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ ബേസിസ് എന്താണ്? ഇത് എന്തുകൊണ്ടാ ഗോസ്റ്റ് അയച്ചെന്ന് നിങ്ങൾ വിചാരിക്കുന്നേ? ജൂണേട്ടാ, ഒത്തിരിയാണ് പാത്രം വീണ, അത് കോയിൻസിഡൻസ് അല്ല. അല്ല കോയിൻസിഡൻസ് അല്ല, പക്ഷെ അതൊരു എലിയാക്കാമല്ലോ. നീ പറയുന്ന ഗിഫ്റ്റ് ഒക്കെ എലി അയച്ചാണല്ലോ? എലി കൊള്ളാലോ ആള്. എന്റെ പൊന്നോ, ഗിഫ്റ്റ് എലി അയച്ചതല്ല. എനിക്ക് ഗിഫ്റ്റിന്റെ ലെറ്ററിനെ എല്ലാം കണ്ടിട്ട് ഇത് ഏതോ 14-15 വയസ്സുകാരന്റെ പ്ലാൻ പോലെയുണ്ട്. ഓ, ഇതാ നിക്കിയുടെ പ്ലാന്. ഈ സീരി ഒന്നും ഓടത്തോലില്ല, മൊത്തം ചവറ. ഇതാ നിക്കിയുടെ പ്ലാൻ ഒന്നുമല്ല. പ്രേതത്തിന് എന്നോട് മാത്രമേ താല്പര്യമുള്ളൂ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ഈ നമ്പറിലോട്ടൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ വിളിച്ചു നോക്ക്. അതാ പീഡിയുടെ വല്ല നമ്പർ ആയിരിക്കും. അയ്യേ, ഇത് ശനിയാഴ്ച നമ്പറാ. അയ്യേ, ആദ്യത്തെ 4 ഇവയുടെ 4 കണക്കായി പോയി. അതിന് തനിക്ക് കണക്കറിയോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നും മയങ്ങ. അയ്യോ, ജിനേട്ടന് പ്രേതത്തിന് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ അന്നേ പറഞ്ഞത് ബോയ് പ്രേതമായിരിക്കുന്നു. കുറച്ചു മുന്നേ അല്ലേ നീ ഇത് നിക്കയാണെന്ന് പറഞ്ഞത്? അപ്പോൾ കുറച്ച് സെൻസ് ഉണ്ടായിരുന്നു. നൗ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോൺ സെൻസ്. ഈശോയേ, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. നീ അതെന്തിനാണ് എന്നോട് പറയുന്നത്? നിന്റെ സാധനം എന്റെ കയ്യിലാണോ ഇരിക്കുന്നേ? ഒന്ന് പോടോ. എന്റെ പ്രാഗലേറ്റ് നിങ്ങൾ ആ കക്കോസിക്കിടന്ന് ചാവൂടോ, ചാവും. തിന്നാത്ത കേക്കില്ല ഞാൻ ഈ പഴി മുഴുവൻ കേൾക്കുന്നു. ഇപ്പൊ പലവും കേൾക്കുന്നായോ? ഞാൻ എന്നീ നരകത്തിന്ന് രക്ഷപ്പെടുവോ എന്തോ. നമ്മുടെ വീട് സ്വർഗമില്ലേടാ, സ്വർഗം. ജിന്നേട്ട കവാടത്തിന്റെ മുന്നിൽ മുഖ്യദൂതന്മാർ നിൽക്കുന്നു.